പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്ന പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയറുകൾ മനഃപൂർവ്വം ഇല്ലാതായിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്, വളരെ വ്യക്തമായിട്ട് എന്താ പറയുക, പറ്റിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ട്. അത് നിങ്ങളുടെ ടീച്ചേഴ്സാണ്. കേരളത്തിലെ ഓരോ അധ്യാപകന്മാർക്കും ഈ ടെൻഷൻ ഉണ്ട്. അവസാനത്തെ ലൈവിൽ വീണ്ടും ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് കരുതി ലൈവ് കണ്ടിട്ട് അതേപോലത്തെ ചോദ്യം വരുമ്പോൾ മേലോട്ട് നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാരിൽ പെടാം. ഹായ് മക്കളെ, അങ്ങനെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. പക്ഷെ നിങ്ങളൊക്കെ എന്താണ് ടെൻഷൻ ഇല്ലാത്തുന്ന ഒരു കാര്യം ക്രിസ്മസ് എക്സാമിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? എന്താണത്? ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആകെ മാറിയിട്ടുണ്ട്. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്താലും വളരെ പകല് പോലെ വ്യക്തമാവുന്ന ഒരു കാര്യമാണ് പാറ്റേൺ മാറിയിട്ടുണ്ട് എന്നുള്ളത് അല്ലേ? ശരിയല്ലേ? അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്ന പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയറുകൾ മനഃപൂർവ്വം ഇല്ലാതായിട്ടുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും അതിലെ ഓരോ വരികളൊക്കെ അടർത്തിയിട്ട് ചോദ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നേ വരെ വരാത്ത പ്രോബ്ലംസ് ഒക്കെ ഫിസിക്സിലും മാത്സിലും കെമിസ്ട്രിയിലും കടന്നു വന്നിട്ടുണ്ട്. ആൻഡ് ഇതെന്താണ്, വ്യക്തമായ സൂചന നൽകുന്നുണ്ട് മോഡൽ എക്സാമും ഫൈനൽ എക്സാമും ഇതേ രീതിയിലായിരിക്കും എന്നുള്ളത്. ഇത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ അവിടെ മാറിക്കണം. കുറേ ആൾക്കാർ എന്തുണ്ടാവും, ഇത് നല്ലതല്ലേ, NCERT ചോദ്യം തന്നെയല്ലേ വരുന്നത്, എല്ലാവർക്കും സെയിം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷെ ഇവിടെ എന്തുണ്ട്, വളരെ വ്യക്തമായിട്ട് എന്താ പറയുക, പറ്റിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ട്. അത് നിങ്ങളുടെ ടീച്ചേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എഡ്യൂപോർട്ട് 2020 തുടങ്ങിയ മുതൽ ഞാൻ കുറേ അഡ്വൈസ് ഒക്കെ സ്വീകരിക്കുന്ന ഞങ്ങളൊരു ഫിസിക്സിൻ്റെ സാറുണ്ട്. മൂപ്പരുടെ നോട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ലെവലിൽ ഒരു നീറ്റ് ലെവൽ നോട്ട്ബുക്കാണെന്നാണ് പറയാം. കാരണം എല്ലാ ഡെഫിനേഷൻസും എല്ലാ കൺസെപ്റ്റുകളും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ടാവും. അത് പഠിച്ചാൽ ബോർഡ് എക്സാമിന് നീറ്റിൽ നല്ല സ്കോർ കിട്ടുമെന്ന് പറയാം ഫിസിക്സിൻ്റെ സാറ്. അപ്പം ആ സാറൊക്കെ ഇപ്പം അടുത്ത് എന്നോട് പറഞ്ഞാൽ ആ പണ്ടത്തെ നോട്ടൊന്നും എന്ത് ചെയ്യില്ല, ഞാനിപ്പോൾ ഉപയോഗിക്കില്ല, അതൊന്നും ഇപ്പോൾ കുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ലെവലിൽ ചോദ്യം വരാറുള്ളത്. ഇന്നലെ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ 3 മാസം കൊണ്ട് ഞാനിനി എന്താക്കാനാ, ഈ ലെവലിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ള സങ്കടത്തിൽ. ഇത് കേരളത്തിൽ ആ സാറ് മാത്രം പ്രശ്നം, കേരളത്തിലെ ഓരോ അധ്യാപകന്മാർക്കും ഈ ടെൻഷൻ ഉണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ക്രിസ്മസ് എക്സാമിന് വന്ന ചോദ്യത്തിൽ എത്ര ശതമാനം എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ സ്കൂളിൽ നിന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്? ഉണ്ടാവില്ല. കാരണം എന്താ, കഴിഞ്ഞ 4 വർഷം വ്യക്തമായി പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞത് മുതൽ പാറ്റേൺ മൊത്തം മാറിയിട്ട് വെറും ഡെഫിനിഷൻസും അതേപോലത്തെ ഡെറിവേഷൻസുമായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അതേ ലെവലിലാണ് അധ്യാപകന്മാരൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത്. പെട്ടെന്ന് മാറ്റം വന്നാൽ എനിക്കറിയില്ല എങ്ങനെയാണ് അവർ നിങ്ങൾ ഇനിയും പഠിപ്പിക്കുക എന്നുള്ളത്. ആൻഡ് മറ്റൊരു കാര്യം കൂടെ, ഈ ട്യൂഷനൊന്നും കേരളത്തിലെ ഭൂരിഭാഗം കുട്ടികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കേസുമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ എഡ്യൂപോർട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്താണ് ഡിസംബറിന് ശേഷം ആരംഭിക്കുന്ന ബൂസ്റ്റർ ബാച്ചിൻ്റെ റെക്കോർഡിങ്സ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ തന്നെ സാധാ പാറ്റേൺ വെച്ചാണ് എന്ത് ചെയ്തത്, ക്രിസ്മസ് എക്സാമിന് മുന്നേ തുടങ്ങിയ റെക്കോർഡിങ്ങാണ്. സാധാ പാറ്റേൺ വെച്ചാണ് ഞങ്ങളത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എന്താ, ആ റെക്കോർഡിംഗ് ഒക്കെ ഞങ്ങൾ അതൊക്കെ ക്യാൻസൽ ചെയ്ത് പുതിയ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ അഡ്വാൻസ് കൺസെപ്റ്റുകളും കൂടുതൽ ന്യൂമറിക്കൽസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. പക്ഷെ ഇങ്ങനൊരു മാറ്റമൊക്കെ നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിന് പറ്റുമോ? ഇല്ലല്ലേ? അപ്പം എന്താണ്, അവസാനം സഫർ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് 2 സ്റ്റാൻഡ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഈ സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കാർ കുറേ തെറി വിളിച്ച് എല്ലാവർക്കും ടഫായിരിക്കുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് പണ്ടത്തെ പോലെ തന്നെ മാറി നിൽക്കാം. ചിലപ്പോൾ അവസാനത്തെ ലൈവിൽ വീണ്ടും ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് കരുതി ലൈവ് കണ്ടിട്ട് അതേപോലത്തെ ചോദ്യം വരുമ്പോൾ മേലോട്ട് നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാരിൽ പെടാം. അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമുണ്ട്, അവർ ഓൾറെഡി പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ക്രിസ്മസ് എക്സാമിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ടെങ്കിൽ 95% ഉറപ്പാണ് മോഡലിലും ഫൈനലിലും ഇതേ പാറ്റേൺ ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന പാറ്റേണും നമ്മൾ മാറണമെന്ന് തീരുമാനിച്ചിട്ട് മാറി തുടങ്ങിയ ആൾക്കാരുണ്ടാവും. അവരൊരു പക്ഷേ പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തുറന്നു വെച്ചിട്ട് വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് അവസാനം റിസൾട്ട് വരുമ്പോൾ അവർക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യും, നല്ല കോളേജുകളിൽ അവർ അഡ്മിഷൻ എടുക്കും. മക്കളെ, +2 കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ 100% പറയാം, നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇനി അങ്ങോട്ടുള്ള ദിവസം ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടരെ പോലെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് +2 മാത്രമല്ല മാർക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾ നീറ്റിന് പോവാണ്, നിങ്ങൾ JEEക്ക് പോവാണ്, നിങ്ങൾ CUET എഴുതാണ്, അല്ലെങ്കിൽ നിങ്ങൾ CAക്ക് പോകണം, അപ്പോഴൊക്കെ ഡെപ്തിൽ പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിച്ച് ശീലിക്കാൻ പറ്റും. ഇനി ഇതൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ +2 മാർക്ക് നോക്കിയിട്ടുള്ള വല്ല കോഴ്സിനാണ്, പാരാമെഡിക്കലിനാണ്, അല്ല നാട്ടിലെ ഡിഗ്രിക്കാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടും, നല്ല
സീറ്റ് കിട്ടും, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പിലേക്ക് പെടാൻ ആഗ്രഹിക്കുന്നു? ഇത്രയും കാലം ഉഴപ്പി നടന്നിട്ട് പരീക്ഷയുടെ തലേന്നത്തെ എജ്യൂപോർട്ടിന്റെ ലൈവ് കണ്ടാൽ മതി, അല്ലെ സൈലത്തിന്റെ ലൈവ് കണ്ടാൽ മതി, അല്ലെ MS-ന്റെ ലൈവ് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രം പഠിച്ചിട്ട് പിറ്റേ ദിവസം അതേ ചോദ്യം വന്നാൽ കിട്ടും ഇല്ലേ പൊട്ടും എന്നുള്ള രീതിയിൽ നിൽക്കലാണോ? അല്ലെങ്കിൽ എന്താണ്, ലാസ്റ്റ് ലൈവ് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല, ആദ്യമേ പഠിച്ചു പോയിട്ട് അവസാനത്തെ ലൈവ് ഒരു റിവിഷൻ ആയിട്ട് കരുതണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ ഏത് കൂട്ടത്തിൽപ്പെടുന്നുള്ള നിങ്ങൾ പറയാം. ഒന്നാമത്തതാണോ രണ്ടാമത്തോ? അതിനനുസരിച്ചിരിക്കും 5 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെ എത്തുമെന്ന് തീരുമാനിക്കുന്നത്. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. ആലോചിക്കുക, നിങ്ങൾ അഭിപ്രായം പറയാം. ബൈ.